ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഐ മീൻ പേപ്പർ ഇടാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ടൈം തന്നെയാണ്, 3 മണി 4 മണിക്കാണ്. പക്ഷെ മെയിനായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചമ്പക്കര മാർക്കറ്റ് ഇവിടെ എറണാകുളത്ത്, ഞാനവിടെ ഒരു 4 വർഷം മീൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതുപോലെ വെളുപ്പിന് ഒരു 3:30 ആകുമ്പോഴത്തേക്കും പോകും, ഒരു 8:30 9 മണി വരെ അവിടെ പോയിട്ട് മീൻ വിൽക്കും. അതെൻ്റെ കോളേജിലിട്ട് പോകും. ഞാൻ മഹാരാജ് കോളേജിലാണ് പഠിച്ചത്, എറണാകുളം. അപ്പം ഞാൻ അവരോട് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ വേഷം കാണുമ്പോഴത്തേക്കും സെക്കൻഡ് അവർ തേർഡ് അവർ ആകുമ്പോഴത്തേക്കൊക്കെ എറിച്ചിലാണത്. താൻ എന്തോടെ എവിടെ കറങ്ങി കിടക്കണം എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കും. ഞാൻ പറയും അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ സാർ ഇതേപോലെ മീൻ വിൽക്കാൻ പോയിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവർ ചോദിക്കണേ ഞാൻ അവരെ കളിയാക്കണേന്നാണ്. എന്നെ ഒരു നോട്ടം ഇതേപോലെയൊക്കെ തന്നെ അപ്പോഴും നടക്കണത് കേട്ടാ, ഓളോ കളിയാക്കാന്നുണ്ടെന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയണത് ഞാൻ ഇതേപോലെ പോയിട്ട് മീനൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കപ്പോൾ സെക്കൻഡ് അവർ തേർഡ് അവർ കയറുമ്പോഴത്തേക്കും നമുക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് വരും. അറ്റൻഡൻസ് ഇട്ട് തരാൻ തുടങ്ങിയത് കാരണം. സോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട് 2017-ലും 2019-ലും. അത് ഈ പറയണ പോലെ മീൻ വിൽക്കാൻ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടും ഇതെല്ലാം കൊണ്ട് ചേർത്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തേക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഷോ ബിഗ് ബോസിലോട്ട് എത്തിയതാണെങ്കിൽ കൂടി ഇതെല്ലാം ചെയ്തും ഈ പറഞ്ഞ പോലെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വിളിച്ചുകൊണ്ട് പറയുവാണ് ഇതേപോലെ വീട് വാർക്കാനായിട്ട് പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലാറ്റുകൾ ഇപ്പം നമ്മൾ വീട് മാറി പോകുമ്പോഴത്തേക്കും പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും പെയിന്റ് അടിക്കണമല്ലോ. പെയിന്റ് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴയ പെയിന്റ് ഇളക്കി കളയണം. അപ്പോൾ അത് രാത്രി പോയിട്ട് നമ്മൾ കാക്കനാടുള്ള ഫ്ലാറ്റുകളിൽ പോയിട്ട് ഞാൻ പണിയെടുത്ത ഫ്ലാറ്റുകളാണ് ഇപ്പോൾ ചിലപ്പോൾ കാക്കനാട് താമസിക്കുന്നവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വിഗ്ഗി സൊമാറ്റോ ഇതുപോലെ ഓടാൻ പോയിട്ടുണ്ട്. മീൻ ഇതെല്ലാം നോട്ടീസ് അങ്ങനെ ഇതൊന്നും എന്താ പറയാ, എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണത് ഇഷ്ടമല്ല. അതുകൊണ്ടല്ല എനിക്ക് ഒരാൾക്കാർ എന്നെ സിമ്പതി, കാരണം എൻ്റെ എപ്പോഴും ഞാൻ ചെയ്ത ഷോയിലാണെങ്കിൽ കൂടി ഈ സ്റ്റോറി പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഒരിക്കലും അതൊരു OT കിട്ടി ജയിക്കുന്ന ഷോയാണ്. ഒരിക്കലും ഇതിൻ്റെ പേരിൽ എനിക്ക് സിമ്പതിയോ സഹതാപമോ ഒന്നും വേണ്ട. ഞാനെപ്പോഴും വിശ്വസിക്കുന്നു നമുക്ക് എന്തെങ്കിലും കഴിവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വോട്ട് ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അല്ലാണ്ട് ഞാൻ ചെയ്തത് എനിക്ക് വേണ്ടി മാത്രമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ പണിയെടുക്കുന്നത് ഒരിക്കലും എന്താ പറയുക സങ്കടം കൊണ്ടോ ഇതും കൊണ്ടൊന്നും അല്ല. എനിക്കിതെടുത്തു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ചെയ്യണത്. ഇതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് അല്ല, ഒരു ലക്ഷ്യബോധമുണ്ട്. ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് ചെയ്യാമെന്നുള്ളത്. സോ അതുകൊണ്ടാണ്. അതല്ലാണ്ട് ഒരിക്കലും എന്നെ ഒരാളും ഈ സഹതാപത്തോടെ ഒന്നും നോക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഇനിയും ചെയ്യും. അതേപോലെയാണ് ഇപ്പൊ നിൽക്കുന്ന പൊസിഷനാണെങ്കിൽ. അല്ല വിഷ്ണു, ഇത് ഞാനത് പറഞ്ഞത് ഇതൊരു പ്രചോദനമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ വരുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാട്ടുന്ന ഒരു കൂട്ടുകാരൻ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ അഭിമാനം. ഞങ്ങൾ തന്നെ അഭിമാനത്തിനാണ് വിളിച്ചത്.